ഒരു കുട്ടി തൻ്റെ അധ്യാപികയോട് ചോദിക്കുകയാണ്, മാം, വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് അവർ ലൈഫ്? എന്താണ് നമ്മുടെ ജീവിതത്തിൻ്റെ മൂല്യം എന്ന് പറയുന്നത്? അധ്യാപിക കുറച്ചു നേരം ചിന്തിച്ചിട്ട് അവൻ്റെ കയ്യിലൊരു കല്ല് കൊടുത്തിട്ട് പറയും, നാളെ ഈ കല്ലുമായിട്ട് നീ മാർക്കറ്റിലേക്ക് പോകണം. എന്നിട്ട് മാർക്കറ്റിലുള്ളവരോട് ഇതിൻ്റെ വില പറയണം. ആളുകൾ നിന്നോട് ഈ കല്ലിൻ്റെ വില എത്രയെന്ന് ചോദിക്കുമ്പോൾ നീ 2 വിരൽ ഉയർത്തിയിട്ട് കാണിക്കണം. അവൻ മാർക്കറ്റിലേക്ക് പോവുകയും അവൻ ആദ്യമായിട്ട് കാണുന്നത് ഒരു വൃദ്ധയായ സ്ത്രീ ആയിരിക്കും. ആ സ്ത്രീ അവനോട് ആ കല്ലിന് 20 രൂപ വില പറയും. അതിനുശേഷം അധ്യാപിക പറയും, നീ ഇനി ഈ കല്ലുമായിട്ട് പോവേണ്ടത് ഒരു മ്യൂസിയത്തിലേക്കാണ്. അവൻ അടുത്തുള്ള മ്യൂസിയത്തിലേക്ക് കല്ലുമായിട്ട് പോകും. അവിടെ വെച്ചൊരു മനുഷ്യൻ അവനോട് 20,000 രൂപ വില പറയും. ആ കല്ലിന് 20,000 രൂപ വില പറയും. അതിനുശേഷം അധ്യാപിക പറയും, ഇനി നീ പോവേണ്ടത് ഒരു വജ്രവ്യാപാരിയുടെ അടുത്തേക്കാണ്. ആ കല്ലുമായിട്ട് അവൻ പിന്നീട് പോകുന്നത് ഒരു വജ്രവ്യാപാരിയുടെ അടുത്തേക്കാണ്. അവിടെ വെച്ച് ആ വ്യാപാരി അവനോട് ആ കല്ലിന് 2 ലക്ഷം രൂപ വില പറയും. വജ്രവ്യാപാരി ആ കല്ലെടുത്ത് ആ കല്ലിൻ്റെ പ്രത്യേകതകൾ അവനോട് പറയുന്നുണ്ടായിരുന്നു. അവൻ അതൊക്കെ അധ്യാപികയോട് പറയും. അപ്പോൾ അധ്യാപിക പറയും, അതെ, ഈ കല്ല് പോലെ തന്നെയാണ് നമ്മുടെ ജീവിതവും. പലതരത്തിലുള്ള മനുഷ്യർ നമ്മുടെ ജീവിതത്തിലേക്ക് വരും. നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന ചില മനുഷ്യർ ആ വജ്രവ്യാപാരിയെ പോലെയാണ്. നമ്മുടെ ഗുണങ്ങളും ദോഷങ്ങളും നമ്മുടെ പ്രത്യേകതകളും പ്രാധാന്യവും ഒക്കെ അവർക്ക് മനസ്സിലാവും. അതെല്ലാം അറിഞ്ഞുകൊണ്ട് അവർ നമ്മളെ ചേർത്ത് നിർത്തും. മറ്റു ചില മനുഷ്യരെന്ന് പറയുന്നത് ആ വൃദ്ധയായ സ്ത്രീയെ പോലെയാണ്. നമ്മുടെ ഗുണങ്ങളോ ദോഷങ്ങളോ നമ്മളെന്താണെന്ന് പോലും അവർക്ക് മനസ്സിലാവില്ല. മറ്റു ചില മനുഷ്യർക്ക് നമ്മുടെ ഗുണങ്ങളൊന്നും മനസ്സിലാക്കാൻ കഴിയില്ല. എന്നിട്ട് അധ്യാപിക തുടരുകയാണ്, ഡിയർ, ഇറ്റ്സ് അപ്പോൺ യു. യു ക്യാൻ ഡിസൈഡ് ദ വാല്യൂ ഓഫ് യുവർ ലൈഫ്. അതെ, നിന്റെ ജീവിതത്തിൻ്റെ മൂല്യം എന്താണെന്നും എവിടെയാണെന്നും നിനക്ക് തീരുമാനിക്കാം. താങ്ക് യു.